ബാത്റൂമിൽ പോകുമ്പോൾ പോലും നിങ്ങളുടെ ഭർത്താവ് ഫോൺ എടുക്കാറുണ്ടോ? അല്ലെങ്കിൽ പാസ്വേഡ് ഇടയ്ക്ക് മാറ്റുന്നുണ്ടോ? അതോ ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് മൊബൈൽ തലയിണയ്ക്കടിയിലോ പോക്കറ്റിലോ വെക്കുകയാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറക്കുന്നു. ഇവർ ഭാര്യമാരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമല്ലാത്ത ഉത്തരങ്ങൾ നൽകുകയും വീട്ടിൽ വൈകി എത്തുകയും ചെയ്യുന്നു. കൂടാതെ ഭാര്യമാരുടെ കാര്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ശരീരത്തോടും വ്യായാമത്തോടുമുള്ള താൽപ്പര്യം, വസ്ത്രധാരണ രീതിയിൽ മാറ്റം, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കൽ, തടി കുറയുമെന്ന കാരണം പറഞ്ഞ് ഇഷ്ടപ്പെട്ട ഭക്ഷണം നിരസിക്കുക തുടങ്ങിയ മാറ്റങ്ങൾ ഇവരിൽ കാണുന്നു. ഇവരുടെ ദിനചര്യയിൽ പെട്ടെന്ന് മാറ്റം കാണുന്നു. പതിവായി പുറത്തു പോകുന്നു, അവധി ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ അസാധാരണമാംവിധം നേരത്തെയുള്ള ഉണരൽ എന്നിവയെല്ലാം ഇവരുടെ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. ഇവർ സ്വന്തം കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരും ഭാര്യയുടെ കാര്യത്തിന് ഒരു വിലയും കൊടുക്കാത്തവരുമായിരിക്കും. ഇവർ ഒരു കാര്യവും ഭാര്യയോട് തുറന്നു പറയില്ല. പറയുകയാണെങ്കിൽ തന്നെ അതിൽ പകുതിയും കളവായിരിക്കും. ഇവർ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ ഭാര്യയുടെ അഭിപ്രായമോ ഇഷ്ടമോ നോക്കില്ല. സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ ഏതു കാര്യവും ചെയ്യുകയുള്ളൂ. ഇത്തരക്കാർക്ക് വാക്സാമർത്ഥ്യം കൂടുതലായിരിക്കും. എല്ലാവരെയും സംസാരം കൊണ്ട് തന്റെ വരുതിയിലാക്കാൻ കഴിയും. ഇവർ ഭാര്യയോട് അല്പം പോലും ആത്മാർത്ഥത കാണിക്കില്ല. ഇവരുടെ സ്നേഹം വെറും അഭിനയം മാത്രമായിരിക്കും. ഭാര്യയ്ക്ക് അസുഖം വന്നാൽ ഇത്തരക്കാർ മൈൻഡ് ചെയ്യില്ല. ഭാര്യയുടെ അസുഖം അവർക്ക് ഒരു പ്രശ്നമേയല്ല എന്ന രീതിയിലായിരിക്കും ഇവരുടെ പെരുമാറ്റം. സ്വന്തം കാര്യപ്രാപ്തിക്കായി ഇത്തരക്കാർ എന്തു ചെയ്യാനും മടിക്കില്ല. സ്വന്തം കാര്യത്തിനായി എത്ര പണം ചെലവഴിക്കാനും മടിക്കില്ല. പണം ചെലവഴിക്കുന്നതിനെക്കുറിച്ച് ഭാര്യയോട് ചർച്ച ചെയ്യില്ല. ഇവർക്ക് ആരോടും ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാവുകയില്ല. സ്വന്തം സുഖത്തിനു വേണ്ടിയല്ലാതെ ആരെയും സ്നേഹിക്കില്ല. ഇവർ മാനസികമായും ശാരീരികമായും തന്റെ സുഖത്തിന് പ്രാധാന്യം നൽകുകയും ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായി ശാരീരിക ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. ഇത്തരക്കാർക്ക് ഉത്തരവാദിത്ത ബോധം കുറവായിരിക്കും. സ്വന്തം ശാരീരികവും മാനസികവുമായ സുഖത്തിനു വേണ്ടി എത്ര പണം ചെലവഴിക്കാനും മടിക്കില്ല. ഇത്തരക്കാരിൽ ചിലർ ഭാര്യ നല്ല വസ്ത്രം ധരിക്കുന്നതും ഭാര്യയെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നതും സഹിക്കാൻ കഴിയാത്തവരാണ്. ഇവർക്ക് സ്വാർത്ഥ കൂടുതലായിരിക്കും. കൂട്ടുകാരുമായി എപ്പോഴും ഉല്ലസിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ. ഇവരുടെ യാത്രയിൽ ഭാര്യയ്ക്ക് സ്ഥാനം ഉണ്ടാവുകയില്ല. ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുന്നവരുമുണ്ട്. ഇവരുടെ കുടുംബജീവിതത്തിൽ എന്നും താളപ്പിഴകളായിരിക്കും. എത്ര വിലക്കി ചേർക്കാൻ ശ്രമിച്ചാലും അത് ശരിയാകില്ല. ചിലർ ഭാര്യ എന്തു ജോലി ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. മൊത്തത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഭാര്യയ്ക്ക് ഒരു സ്ഥാനവും ഉണ്ടാകില്ല. ഇവർ ഭാര്യ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ കാരണമന്വേഷിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്യില്ല. ഇത്തരം അവസരങ്ങളിൽ ഭാര്യയോട് കൂടുതൽ വെറുപ്പായിരിക്കും. ഭാര്യ ഇവർക്ക് ഫോൺ ചെയ്യുകയാണെങ്കിൽ വല്ലപ്പോഴുമേ കാൾ അറ്റൻഡ് ചെയ്യുകയുള്ളൂ. ഫോൺ സൈലന്റ് മോഡിലായിരുന്നു എന്നോ മറ്റെന്തെങ്കിലും കള്ളം പറഞ്ഞോ ഭാര്യയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. മൊത്തത്തിൽ ഇത്തരക്കാരുടെ ഭാര്യമാരുടെ ജീവിതം വളരെയധികം വിഷമത്തിലും നിരാശയിലുമായിരിക്കും. ജീവിതം ഒന്നേയുള്ളൂ, അത് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. സ്വന്തം വീട്ടുകാരുടെ സ്നേഹം മാത്രമേ ആത്മാർത്ഥമായി എന്നും കൂടെയുണ്ടാവുകയുള്ളൂ എന്ന ബോധത്തോടെ ജീവിക്കുക.